ഹേ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് നമ്മൾ ഒരു പ്രോഡക്റ്റ് റിവ്യൂ ആയിട്ടാണ് വന്നേക്കുന്നത്. ഞാനിത് ഒരു 4 വർഷം കൊണ്ട് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ്. എനിക്ക് നല്ല ഇഷ്ടമുള്ള പ്രോഡക്റ്റ് ആണ്. അതുകൊണ്ടാണല്ലോ ഞാൻ ഈ കൺസിസ്റ്റന്റ് ആയിട്ട് ഞാൻ യൂസ് ചെയ്ത് വരുന്ന പ്രോഡക്റ്റ് ആണ്. ഞാൻ അതിന്റെ ഒരു ഓണസ്റ്റ് റിവ്യൂ ആണ് ഇന്ന് തരാൻ പോകുന്നത്. അപ്പൊ അതെന്താണെന്ന് വെച്ചാൽ ഈ ന്യൂട്രോജനയുടെ അൾട്രാ ഷിയർ ഡ്രൈ ടച്ച് സൺബ്ലോക്ക് ആണ്. അതായത് ഒരു SPF 50 പ്ലസ് ഉള്ള ഒരു സൺസ്ക്രീൻ ആണ്. എനിക്ക് യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഞാനൊരു 4-5 വർഷമായിട്ട് ഇത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇതിൽ PA+++ പ്രൊട്ടക്ഷൻ ഉണ്ട്. അതുപോലെ ഡെർമറ്റോളജിസ്റ്റ് ടെസ്റ്റഡ് ആണ് ഈ സൺസ്ക്രീൻ. പിന്നെ പറയുന്നതെന്ന് വെച്ചാൽ ഇവരിതില് ക്ലെയിം ചെയ്തിട്ടുള്ളത് വാട്ടർ റെസിസ്റ്റന്റ് ആണ്. വാട്ടർ റെസിസ്റ്റന്റ് ആണെന്ന് വെച്ചാൽ ഇത് വാട്ടർ റെസിസ്റ്റന്റ് ആണ്. നമ്മൾ വെള്ളം മാത്രം വെച്ച് കഴുകി എന്ന് പറഞ്ഞിട്ട് ഇതൊരിക്കലും പോകാൻ പോകുന്നില്ല. അതുപോലെ തന്നെ സ്വെറ്റ് റെസിസ്റ്റന്റ് ആണെന്ന് വെച്ചാൽ സ്വെറ്റ് റെസിസ്റ്റന്റും ആണ്. നമ്മളിപ്പോ പുറത്ത് പോയി ഉടനെ നമ്മൾ വിയർത്തെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുഖത്തൊന്നും പോകത്തില്ല. നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും അത് മുഖത്തുള്ളത്. അതുകൊണ്ട് തന്നെ അത് ലൈറ്റ് വെയിറ്റ് ഒന്നും പറയാൻ പറ്റത്തില്ല. ഇവർ ലൈറ്റ് വെയിറ്റ് എന്നാ പറയുന്നത്. പക്ഷെ ഞാനിപ്പോ കാണിച്ചു തരാം. തീരാറായി, അപ്പം കുറച്ച് എടുത്ത് ഞാൻ കാണിച്ചു. കണ്ട, ഇതാണേ സംഭവം. ഇത് അത്ര ലൈറ്റ് വെയിറ്റ് ഒന്നും അല്ല. കുറച്ച് കണ്ടോ, കുറച്ച് ഇതാണ് നമുക്കത് ബ്ലെൻഡ് ചെയ്യാൻ. പക്ഷെ അത് ഭയങ്കര ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നൈസാണ്. കണ്ടോ, പിന്നെ നോൺ കൊമീഡോജെനിക് ആണ്. കൊമീഡോജെനിക് എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ പോഴ്സിനെ ക്ലോഗ് ചെയ്യുന്നതിനെയാണ് കൊമീഡോജെനിക് എന്ന് പറയുന്നത്. ഇതൊരിക്കലും നമ്മുടെ പോഴ്സിനൊന്നും ക്ലോഗ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് കേട്ടോ. പിന്നെ ഓയിൽ ഫ്രീ ആണെന്ന് പറയുന്നുണ്ട്. പക്ഷേ എനിക്കിത് ഓയിൽ ഫ്രീ ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. ഞാൻ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും എനിക്കൊരു ഗ്ലോയി എഫക്റ്റ് കിട്ടാറുണ്ട്. എന്റെ സ്കിൻ പൊതുവേ ഒരു ഓയിലി സ്കിന്നാണ്. അപ്പം ഇത് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഭയങ്കര ഒരു തിളക്കം നമ്മുടെ സ്കിന്നിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇത് അപ്ലൈ ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ പൗഡർ കൂടെ ലൈറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാറുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് ഇങ്ങനെ തിളങ്ങി ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ ഓയിൽ തേച്ചതുപോലെ ഇരിക്കും. അപ്പം അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ എല്ലാ സൺസ്ക്രീനും പറയുന്ന പോലെ തന്നെ നമ്മള് പുറത്ത് പോകുന്നതിന് ഒരു 15-20 മിനിറ്റ് മുന്നേ നമ്മൾ ഇത് അപ്ലൈ ചെയ്യണം. 2 മണിക്കൂർ 3 മണിക്കൂർ ഇടവിട്ട് നമ്മളിത് റീഅപ്ലൈ ചെയ്യണം. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ ഒത്തിരി വിയർക്കുന്ന ആൾക്കാരോ നമ്മൾ സ്വിമ്മിങ് ആക്ടിവിറ്റി എന്തെങ്കിലും ചെയ്യുകയോ അല്ലെങ്കിൽ ഒത്തിരി നേരം വെയിലത്ത് നിൽക്കുകയോ ഒക്കെ ചെയ്യണമെങ്കിൽ നമ്മളിത് ഉറപ്പായിട്ടും നമ്മൾ റീഅപ്ലൈ ചെയ്തേക്കണം. ഫ്രീക്വന്റ് ആയിട്ട് റീഅപ്ലൈ ചെയ്യണം. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇതിൽ പറയുന്ന പോലെ തന്നെ ഈ പ്രൊട്ടക്ഷൻ ഒക്കെ എനിക്ക് കിട്ടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ഇത് അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ ഒരു ബേണിംഗ് സെൻസേഷനോ ടാനിങ് ആവുന്നത് പോലെയോ അങ്ങനെ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ചിലപ്പോൾ റീഅപ്ലൈ ചെയ്യാതിരുന്നിട്ട് ചെറുതായിട്ട് ടാൻ ആവുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെന്റെ മിസ്റ്റേക്ക് ആണ്, അല്ലാതെ അതിൽ പറയാൻ പറ്റത്തില്ല. പിന്നെ ഇവര് UVA UVB പ്രൊട്ടക്ഷൻ പറയുന്നുണ്ട്. പിന്നെ ഇതിലൊരു ചെറിയ മണമുണ്ട്. അതൊരു ഭയങ്കര മണമായിട്ടൊന്നും ഫീൽ ചെയ്യത്തില്ല, ഒരു ചെറിയ മണം. അതുകൊണ്ട് ഒരു ഇറിറ്റേഷനും എന്റെ സ്കിന്നിന് വന്നിട്ടില്ല. അപ്പൊ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയാനാണെങ്കിൽ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു സൺസ്ക്രീൻ ആണിത്. ഞാൻ ഒത്തിരി നാളുകൊണ്ട് ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു ഗ്ലോയി എഫക്റ്റ് ഇഷ്ടമാണ്. അപ്പൊ അത് ഇതുകൊണ്ട് കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല പ്രൊട്ടക്ഷനും കിട്ടുന്നുണ്ട്. വേറെ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ഇത് പ്രോപ്പറായിട്ട് റിമൂവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കുരു വരും. അതിന് നമ്മളൊരു ഓയിൽ ക്ലെൻസർ യൂസ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഫേസ് വാഷ് യൂസ് ചെയ്ത് നോർമലി വാഷ് ചെയ്യുന്ന പോലെ കഴുകിക്കളയുക. ഇതാണ് ചെയ്യേണ്ടത്. ഞാൻ അത് ചെയ്യാതിരിക്കുമ്പോൾ എന്റെ മുഖത്ത് കുരുവൊക്കെ വന്നിട്ടുണ്ട്. അതെന്റെ മിസ്റ്റേക്ക് ആണ്. ഈ സൺസ്ക്രീനിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. അപ്പൊ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണ്. ആർക്കെങ്കിലും വാങ്ങി യൂസ് ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ യൂസ് ചെയ്ത് നോക്കാം. നല്ലൊരു സൺസ്ക്രീൻ ആണ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ഓണസ്റ്റ് റിവ്യൂ ആയിരുന്നു. എനിക്ക് എന്താണോ ഈ പ്രോഡക്റ്റിനെ പറ്റി തോന്നിയിട്ടുള്ളത് അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് വാങ്ങി യൂസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങി യൂസ് ചെയ്ത് നോക്കൂ. എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇത് എനിക്ക് വർക്കായ പ്രോഡക്റ്റ് ആണ്. അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ കമന്റ്സ് പറയണം. പിന്നെ ഇപ്പൊ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഓക്കെ, ബൈ.